ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബേക്കർസിൻ്റെ ഫലൂദ മിക്സാണ്. ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. നല്ല ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ബേക്കർസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഞാൻ കേസർ ബദാമാണ് എടുത്തിട്ടുള്ളത് മിക്സ് ഫ്ലേവർ. ഇതിൽ പല ഫ്ലേവേഴ്സും കിട്ടും, നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണിത്. അപ്പം ഞാൻ അതിൻ്റെ പൗതി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പാല് നമ്മൾ നല്ല തിളക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ചിയ സീഡ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒന്ന് പൊതിർത്തി വെക്കുക നല്ലോണം. അപ്പോൾ അത് പെട്ടെന്ന് പൊതിർന്നും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്ത് പൊതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ പാല് നല്ല തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ പാക്കറ്റിൻ്റെ പൗതി എടുത്താൽ പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ 1 ലിറ്റർ പാലിലാണ് അത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്രയൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ഒരു 1/2 ലിറ്റർ പാലിൽ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ പാല് നല്ല തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ആ പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറിനൊക്കെ അനുസരിച്ചത് കളറൊക്കെ ചേഞ്ച് ആവും. പിന്നെ അത് നല്ല ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല സിമ്മിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് നല്ല കുറുങ്ങി മാതിരിയാവണം. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് തന്നെ നല്ലൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ അതിലേക്ക് എല്ലാ മിക്സും അതിൽ തന്നെ ഉണ്ടാവും. അതിൽ മധുരത്തിനൊന്നും ഇടേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റൊക്കെ ഇനിയും കൂടുതൽ ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്തി കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടായിനപ്പോൾ ഞാനത് കുറച്ചൊന്ന് ആഡാക്കിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നല്ല ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതൊന്ന് നല്ല കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ മറ്റൊരു ബൗളിലേക്ക് പാർന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒരു 3-4 മണിക്കൂർ നമ്മൾ തണുക്കാൻ വിടണം. തണുത്തിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ അത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മൾ നമുക്ക് അതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക, ഐസ്ക്രീമൊക്കെ. അപ്പോൾ ഞാനിന്ന് എൻ്റെ അടുത്ത് പഴവും പിന്നെ ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജാമും. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ആ ഫ്രൂട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചിയ സീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ജാം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ജാം ഐസ്ക്രീമൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കുടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ജാമും കൂടി ചേർത്തിട്ട് അതിലേക്ക് ഈ മിക്സ് ഒന്ന് പാർന്ന് കൊടുക്കുക. അതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഇതൊക്കെ ഇട്ടിട്ട് പിന്നെയും പാരുക. പിന്നെ അതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ വെച്ചെടുത്ത് സെറ്റാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളൊക്കെ വേറെ ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.